السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ തജ്വീദ്, അതിൻ്റെ വിശുദ്ധ ഖുർആനിന്റെ പാരായണ ശാസ്ത്രമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആനിന്റെ സനത് മുത്തസിലാക്കാനുള്ള അവസരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതേക്കുറിച്ച് പല ആളുകളും ചോദിച്ചിരുന്നു, എന്താണ് ഇത്തിസാൽ, എന്താണ് മുത്തസിലാക്കുക, എന്താണ് സനത്, എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാൻ വേണ്ടി സൗകര്യത്തിനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലേക്ക് രണ്ട് രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ ലിപി എഴുത്ത് മുഖേന നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓത്ത് മുഖേനയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഖിറാഅത്ത് സഹിതം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിയ ആ വിശുദ്ധ ഖുർആൻ മുത്തുനബിയിൽ നിന്നും കേട്ട് അവിടെ നിന്ന് കേട്ടിട്ടുള്ള സ്വഹാബത്ത്, അവരിൽ നിന്നും താബിഈകളിലൂടെ, താബിഈങ്ങളിലൂടെ, അഇമ്മത്തിലൂടെ നമ്മിലേക്ക് ശുദ്ധ ഖുർആൻ ഓത്ത് മുഖേന ലഭിച്ചിട്ടുണ്ട്. ആ ഓത്ത് മുഖേന ലഭിച്ചത്, ആ ലഭിക്കുന്ന ആ ഒരു കൃത്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു പരമ്പരക്കാണ് സനദ് എന്ന് പറയാം. സനദ് എന്ന് പറയുന്നതിന്റെ താല്പര്യം അങ്ങനെയാണ്. അത് മുത്തസിലാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഇത്തിസാല് ചെയ്യുക എന്ന് പറഞ്ഞാൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കേട്ട ആൾ, ആ ആളിൽ നിന്ന് കേട്ട ആൾ, ആ ആളിൽ നിന്ന് കേട്ട്, ആ ആളിൽ നിന്ന് കേട്ട് 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 നമ്മൾ ആ ഒരു കണ്ണിയിൽ ചേരുക എന്നാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മശായിഖമാരായ അസാത്തിദത്ത് ഉസ്താദുമാരിൽ നിന്നും നമ്മുടെ സനദ് ഇത്തിസാലായി. അപ്പോ നമ്മൾ ഓതുന്നത് നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഓതിത്തരിക, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കെ ഒരാൾ ഓതുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കേൾക്കുക, സനദ് മുത്തസിലായ ഒരാൾ കേൾക്കുക. ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ സനദ് ഇത്തിസാലായി തീരുക. അപ്പോഴാണ് സനദ് മുത്തസിലാവുക എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്. സനദ് മുത്തസിലായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഖിറാഅത്ത് പരിപൂർണമാവുകയാണ്. നമ്മുടെ ഖിറാഅത്തിന്റെ ഒരുപാട് പ്രാധാന്യം, നമ്മുടെ ഓത്തുന്റെ അസറുകൾക്ക്, അതിന്റെ ബഹുമതികൾക്ക്, അതിന്റെ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടാവുകയാണ്. അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയല്ല. എന്തായാലും ഖുർആൻ സനദ് മുത്തസിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ മശായിഖന്മാരിലൂടെ, നമ്മുടെ അസാത്തിദത്തിലൂടെ, ഉസ്താദുമാരിലൂടെ, ഇമാമുമാരിലൂടെ നമുക്ക് കിട്ടിയ ഖിറാഅത്ത് അത് കേൾക്കുക, അത് കേൾക്കാൻ അവസരം ഉണ്ടാക്കുക എന്നതാണ് ഖുർആൻ മുത്തസിലാക്കുക. അത് വിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെ മുഴുവനായിട്ടും കേട്ടാൽ ഖിറാഅത്ത് മുത്തസിലാകുന്നു, ഇത്തിസാർ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അതിനുശേഷം ഖിറാഅത്ത് സനദ് മുത്തസിലാകുന്നതിന്റെ മുമ്പും ശേഷവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ സാധാരണ മുത്തസിലാകാത്ത ഖിറാഅത്ത്, നമ്മൾ സാധാരണ ഓതുന്നത് തന്നെ സനദ് മുത്തസിലാകാത്തതാകുമ്പോഴും സനദ് മുത്തസിലായതിനു ശേഷം ഓതുന്നതിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പവറിലും അതിന്റെ മറ്റു വിഷയങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. എന്തായാലും അതിനുള്ള അവസരം പുതിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ലാഹു തആല നമുക്ക് ഓതുന്നത് എല്ലാ ദിവസവും പരമാവധി കഴിയുന്ന രൂപത്തിൽ ഓതുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു, സനദ് ഇത്തിസാലാക്കാൻ ശ്രമിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഓതുന്നത് ശുദ്ധ ഖുർആൻ, അതിൽ തജ്വീദ് നിയമങ്ങൾ അതിൽ പ്രാധാന്യമാണ്. തജ്വീദിന്റെ നിയമങ്ങൾ സഹിതം ശുദ്ധ ഖുർആൻ തെറ്റില്ലാണ്ട് കൃത്യമായിട്ട് നമുക്ക് ഓതുകയും കേൾക്കുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് സനദ് മുത്തസിലാക്കുക എന്നുള്ള ഒരു സൗകര്യമാണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിന്റെ ഖാദിമീങ്ങളിൽ, വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരിൽ നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.